ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട്. ഡിയോ BS6 മോഡൽ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച്, ബ്രേക്ക്, ബെൽറ്റിൻ്റെ കണ്ടീഷൻ, CVT ക്ലച്ച് ഗ്രീസിങ് ഇതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. നമുക്ക് ക്ലീനാക്കി ഒന്ന് റീസെറ്റ് ചെയ്താൽ മതി. അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട്. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെയാലും ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോഴുള്ളൂ. എയർ ഫിൽറ്റർ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും കിലോമീറ്റർ ബേസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മാറേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ക്ലീനാക്കി പ്ലഗും കൂട്ടത്തിക്കിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പ്ലഗും എയർ ഫിൽറ്ററും നമുക്ക് ഒരുമിച്ചാണ് ചേഞ്ച് ചെയ്തിട്ട് വരാറ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് കൂട്ടത്തിൽ ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ഇതതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റൊക്കെയാണ്. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. അതിനകത്ത് നമുക്ക് ഈ ബോസ് ഡ്രൈവിൻ്റെ ഇവിടെ കാണുമ്പോൾ ഒരല്പം പ്ലേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു മുഴക്കം കാണിക്കാൻ സാധ്യതയുണ്ട്. കംപ്ലൈൻ്റ് അല്ല, പരമാവധി നമുക്ക് ഉപയോഗിക്കാം. എന്നിട്ടൊക്കെ ചെയ്താൽ മതി, മാക്സിമം ഉപയോഗിക്കാനുണ്ട്. പിന്നെ അതേപോലെ ബെൽറ്റായാലും ബെൽറ്റിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നിരുത്തി ഇപ്പോൾ നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, പരമാവധി ഉപയോഗിച്ചാൽ നെക്സ്റ്റ് സർവീസുകളൊക്കെ സിമ്പിളായിട്ട് ഓടിക്കോളും, കുഴപ്പമില്ല. പിന്നെ ക്ലച്ച് യൂണിറ്റ് നമുക്കൊന്ന് ഗ്രീസ് ചെയ്യാനുണ്ട്, അഴിച്ച് ക്ലച്ച് ഷൂ കാര്യങ്ങളൊക്കെ ആയാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഒന്ന് ക്ലീൻ ചെയ്ത് പേപ്പറിലൊന്ന് പിടിച്ച് കഴിക്കാൻ. പിന്നെ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. ETZ4 മോഡലാണ്. എക്സൈഡിൻ്റെ ബാറ്ററി 4 ആംപിയറിൻ്റെ 12 വോൾട്ട്. അപ്പോൾ അതിൻ്റെ കണ്ടീഷനും കൂടി ഒന്ന്, ബാറ്ററിയുടെ കണ്ടീഷനും കൂടി ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.68 വരെ കാണിക്കുന്നുണ്ട്. 6, 8, 6, 9 ആ റേഞ്ചിലാണ് കാണിക്കണം. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് ഇടുന്നുണ്ട്. ടെസ്റ്റ് മോഡിലേക്ക് ഇടുമ്പോൾ ഇത് കറക്റ്റ് വാല്യൂസിനകത്ത് കാണിക്കും. ഇത് ഡാമേജ് ആയിട്ടാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. പക്ഷേ സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും കൂടി ഇനിയിപ്പോൾ തൊട്ടടുത്ത് തന്നെ സെൽഫിൻ്റെ പ്രോബ്ലം കാണിക്കാം. കാരണം പെട്ടെന്ന് സെൽഫ് എടുക്കാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഓൾറെഡി ബാറ്ററിയുടെ ആണെന്നുള്ള ദിവസം മനസ്സിലാക്കാം കേട്ടോ. കാരണം ഇപ്പം നല്ല സെൽഫ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ മാറ്റണമെന്നില്ല. കംപ്ലയിൻറ്റ് നമുക്ക് പ്രത്യക്ഷമായിട്ട് കംപ്ലയിൻറ്റ് കിട്ടണ സമയത്ത് മാറ്റിയാൽ മതി. ചിലപ്പോൾ അത് കുറേ കിടന്ന് ഓടും, ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു പക്ഷേ കാണിച്ചേക്കാം. പിന്നെ ഫ്രണ്ട് ബ്രേക്കായാലും നമ്മളൊന്ന് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ കേബിൾ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റേണ്ടി വന്നേക്കൂട്ടോ. കാരണം ഈ സൈഡ് ഔട്ടറൊക്കെ ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കേസ് ഒരു ഇടി കിട്ടിയിട്ട് ഈ സൈഡൊക്കെ പൊട്ടിയേ നിൽക്കണേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ കവർ പൊട്ടിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റൊക്കെ ഉള്ളിൽ പൊട്ടി കിടക്കണേ, ഇൻഡിക്കേറ്ററിൻ്റെ ലെഗൊക്കെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കംപ്ലൈൻറ്റുകൾ ആ വഴിക്കുണ്ട് കേട്ടോ. മെയിനായിട്ട് അതൊക്കെ ഉള്ളൂ. പിന്നെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സർവീസ്, അപ്പോൾ ഈ ഇടിയുമായി ഇടിച്ചിട്ട് വന്ന കേസ്, അത് മറിഞ്ഞപ്പോൾ എന്തോ പൊട്ടിയണ കേസാണ്. ഇതൊന്നും നമ്മൾ അതിനകത്ത് പെടുത്തുന്നില്ല. കാരണം അത് ഓൾറെഡി ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ബാക്കിയുടെ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓയിൽ ചേഞ്ചും അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതുമായി ഞാനൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് എൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് പറയാം. ബാറ്ററിയുടെ കേസ് ഓൾറെഡി നമുക്ക് ഈ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. കംപ്ലൈൻറ്റ് കാണിക്കുന്ന സമയത്ത് മാറ്റിയാലും മതി. ബാക്കിത്തെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് വാട്സാപ്പിൽ ഇട്ടുതരാം.